ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ശരി, എവിടെയായിരുന്നല്ലേ കുറേ ദിവസമായി ഗായ്സ് വ്ളോഗ് തിരിച്ച് ക്യാമറ തിരിച്ചെന്ന് പറഞ്ഞേ. ഗായ്സ് ഹാപ്പി ഓണം. അപ്പൂസ് ഗായ്സ് ഓണപ്പരിപാടിക്ക് പോകാൻ വേണ്ടി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഒരാൾ കുറവായി ബാക്കിലൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഗായ്സ് ഓല് ഇപ്പോഴാണ് വന്നത്. പക്ഷേ നമുക്ക് പിന്നെ കുറേ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്തു വ്ളോഗ് എടുക്കാൻ കുറേ താമസിച്ചു. എൻ്റെ മെൻ്റലി കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എനിക്കറിയാത്ത പോലെ ഉണ്ടല്ലോ ഗായ്സ്. ഇപ്പോൾ റെഡി ആയിട്ടൊന്നുമില്ല, എന്നാലും നമ്മൾ കുറേ ഈ വീഡിയോ എടുത്തിട്ട് കാണുന്നവരൊക്കെ ചോദിച്ചിട്ടുണ്ട് എന്താ വ്ളോഗൊന്നും വരാത്തത് എന്നുള്ളത്. ഇപ്പോൾ ഏകദേശമൊക്കെ സെറ്റായി വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി മുതൽ നമ്മൾ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഒന്ന് പോകാൻ പോകുന്നത് ഓണപ്പരിപാടിക്ക് പോവാണ്. അപ്പൂസ് മാറ്റിയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് 2 ഓണപ്പരിപാടി ഉണ്ട് ഗൈസ്. ഒന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ്, ഷോപ്പിലുള്ള അഖിലിൻ്റെ വീട്ടിലാണ്. അപ്പോൾ അങ്ങോട്ട് ആദ്യം പോവും. അത് കഴിഞ്ഞിട്ട് ദിലുവിൻ്റെ ഫ്രണ്ടിൻ്റെ നമ്മളെ മഞ്ചേരി പപ്സിൻ്റെ വീട്ടിലേക്കും പോവും. ഫസ്റ്റ് ഞാനും അപ്പൂസാണ് പോകാൻ പോകുന്നത്. എന്താണ് അപ്പോൾ ഞാൻ കണ്ടോ ഫുൾ കോസ്റ്റ്യൂമാണ്, ലുങ്കി. ഓണത്തിനായി കഴിഞ്ഞാൽ പിന്നെ ഓണവിശേഷങ്ങൾ ലുങ്കി എന്നറിയാം. ഇന്നത് തുണി. അപ്പോൾ ഞങ്ങൾ തുണി ഇട്ട് കണ്ടാണ് ഞാൻ പോകാൻ പോകുന്നത് ഗൈസ്. അപ്പോൾ അതിൻ്റെ ബാക്ക് ക്യാമറ വെച്ച് ഞാനും അപ്പൂസിനെയും കാണിച്ചു തരാം. ആദ്യം അപ്പൂസിനെ ഞങ്ങൾ കാണിച്ചു തന്നതാണ്. ഏണ് ഓണപ്പാട്ടിൻ ചീച്ചിക്കുറ്റി പോണ്. അപ്പോൾ ഗായ്സ് അപ്പൂസിൻ്റെ കുറച്ച് ഷോർട്ട് വീഡിയോസ് എടുക്കാണ്ട് അത് ഞാൻ എടുക്കാം കേട്ടോ. നല്ല വെയിലും കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഇതിലെടുത്ത് കഴിഞ്ഞാൽ ഫുൾ സെറ്റാവും. അപ്പോൾ ഗായ്സ് തുടങ്ങി ഇത് നല്ല കുപ്പായിടുമ്പോൾ എങ്ങനെ നിൽക്കുക. വാ ഓളം. അപ്പോൾ ഗായ്സ് ഒരാൾ കണ്ണടയൊക്കെ ഇട്ടിരിക്കണം കേട്ടോ. ഫുള്ള് ഊറ്റത്തിലാണ് ഒരാൾ. കാരണം ഓണപ്പരിപാടി ഏതേ ഇരുത്തം നോക്കിയോളെ. അപ്പൂസേ ഹാപ്പി ഓണം പറ ഇങ്ങനെ ഓണപ്പാട്ട് പാടിക്കാം. ഓണം വന്നല്ലോ ഞാൻ ഇട്ടരാ ഗൈസ്. ഗ്ലാസ് ഇടാനാണ് കേട്ടോ ഞാൻ ഇട്ടിക്കണത്. അതുകൊണ്ടാണ് ഓക്കും ഗ്ലാസ് വേണം പറയുന്നത്. ഓക്കെ ഇട്, ഗ്ലാസ് ഇട്. ഇങ്ങനെ നോട്ടെ, പപ്പാനെ നോക്കി ഇങ്ങോട്ട്. അങ്ങനെയല്ല ഇങ്ങനെ. ഓക്കെ സെറ്റ്. ഞങ്ങൾക്ക് അങ്ങനെ ഫോട്ടോ എടുക്കട്ടോ. അപ്പൊ ഗായ്സ് ഞങ്ങള് പോയോണ്ടിരിക്കാണ്. ചൂട്ടിട്ട് എന്താ ചൂടറിയോ. ഓണത്തിന് ഹെൽമെറ്റൊക്കെ ഇട്ടണം. അങ്ങ് അമ്മമാനോ എന്താ വേണ്ടിയത്? അപ്പോൾ ഗായ്സ് നമ്മളെ ഒരു സ്ഥലത്തെ പരിപാടി കഴിഞ്ഞ് അവിടേക്ക് ഇതില് പോന്നിട്ടില്ല. ഞാനും അപ്പൂസാണ് പോന്നിട്ടുള്ളത്. അപ്പൂസ് പപ്പടം മാത്രമേ കഴിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പൂസിന് പപ്പടം മതി, ചോറ് വേണ്ട. ഓള് ആരാ ഓക്ക് കൊക്കൊക്കോ അതൊക്കെ പറ്റൂ, അതൊക്കെ ഇറങ്ങൂ. ഓ മെയിനാ മുരിങ്ങാക്കോല് ഓക്ക് പുളിഞ്ചി കൊടുത്തിട്ട് ഓക്ക് വേണ്ട. തൊള്ള ഉറക്കണില്ല ഓള്. ഓഫീസിന്റെ അവിടെ എത്തി. അപ്പോ ഇനി ഞങ്ങൾ എന്ത് ചെയ്യാണ്, ഇനി നവ്യന്റെ അവിടെ പോവും. എനിക്ക് പായസം മതി ഗൈസ്. കാരണം അമ്മ പ്രത്യേക എടുത്ത് പറഞ്ഞിരിക്കണ് ഓനോട് അവിടുന്ന് പായസം കഴിച്ചാണ്ട് പോരാൻ പറയട്ടോ. ഇവിടെ നിങ്ങളെ കരുതിങ്ങാണ്ട ചോറും കറിയും കൂട്ടാണ്ടാക്കിയിരിക്കണ. അപ്പൂസ് തിന്നൂല, പപ്പാന്റെ ഭാഗം അപ്പൂസ് തിന്നും. അപ്പൂസ് തിന്നിട്ടില്ല അടിയക്കാരോട്. അങ്ങനെ നീണ്ട കാലങ്ങൾക്ക് ശേഷം ഗായ്സ് നമ്മള് വ്ളോഗിൽ വന്നിക്കാണ്, അതും ഓണത്തിന്. അപ്പൊ എമ്മി ലൈഫിന്റെ വക ഓണാശംസകൾ നൽകുകയാണ് ഞങ്ങള്. അപ്പൊ എല്ലാവർക്കും എന്റെയും എന്റെ ഫാമിലിയുടെയും ഓണാശംസകൾ. അതില് ഓണത്തിൽ വിട്ടത് ഇക്കും അപ്പൂസും മാത്രമാണ്. ഞാൻ പിന്നെ ഗായ്സ് അതൊന്നല്ല കേട്ടോ. ഓള് വിരുന്ന് പോയിട്ട് എത്ര ദിവസമായി അറിയോ? ഒരാഴ്ചന്റെ മേലായി. ഒറ്റ ഫാൻഡിൽ ഇടാന് ആകെ തുണി മാത്രണ്ട്. പിന്നെ ഞാത്ത കാട്ട് മെഷീൻ അവിടെ ഉണ്ട്.
അതിലിട്ട് കല്ലുമ്മ കൊണ്ടുപോയി ഇറക്കണ്ട, ആ മിഷീലിട്ട് 2 കറക്കിൽ ഇറക്കാനാണ് വെക്കാത്തത്. അങ്ങനത്തെ ഒരു വണ്ടി ഇടണ്ട. അല്ല ഗൈസ്, ഞാന് കടിയില് പോയി പറ്റ ക്ഷീണിതനായി. പിന്നെ നമ്മള് ജിമ്മില് പോവും. ജിമ്മിൽ പോയി കഴിഞ്ഞ് വന്നിട്ട് പിന്നെ നമുക്ക് ഒറ്റ ലക്ഷ്യമുള്ളൂ, കുളിക്കുക കിടക്കുക. ആ ഒരു ലക്ഷ്യത്തിൽ നമ്മൾ വരുന്നത്. നമ്മള് പിന്നെ തിരുമ്പാനും നിന്നാ പിന്നെ രാവിലെ നീച്ചാൻ കഴിയും. നമ്മള് പറയും രാവിലെ എണീക്കുമ്പോ എന്താ വെച്ചാല് കുളിച്ചാ നീച്ചാ പോവുക, ആ കറക്റ്റിലെ നീക്കുള്ളൂ. നമ്മക്ക് പിന്നെ ക്ഷീണം കുഴപ്പമൊന്നും ഇല്ലാത്തോണ്ട് അതാണ് പിന്നെ തിരക്കടില്ല, കൂലില്ലാത്ത പണി. അത് മാത്രം പറയുന്നത് 5 ശമ്പളത്തിന്റെ പകുതി തിരുവിന് കൊടുക്കണേ ഗൈസ്. അതാണ് എന്റെ കയ്യില് പൈസ ഒന്നും ഇല്ലാത്തത്. അപ്പൊ ഇന്ന് നമ്മള് ഓള് അക്കൗണ്ടിൽ ഭയങ്കര സേവിങ്സ്, ഓള് മിനി കൂപ്പർ എടുക്കാൻ വേണ്ടിട്ട് സേവ് ചെയ്ത് വെച്ചേക്കാണ് പൈസ. ആ അതിന് അപ്പൂസിന് ലംബോഗിന്, എനിക്ക് പോഷെ, ദിലുവിന് മിനി കൂപ്പർ. മിനി കൂപ്പർ ഞങ്ങൾ തപ്പുണ്ട്, പക്ഷെ പറ്റ കളറ് നമുക്ക് കിട്ടണില്ല. അതാണ് പ്രശ്നം. ഒക്കെ TN UP MH കിട്ടണം, നമുക്ക് കേരള രജിസ്ട്രേഷൻ വണ്ടി കിട്ടണം. അല്ല ദിലും അപ്പൂന് നല്ല ഉറക്ക ഗൈസ്. അങ്ങനെ കാണിച്ചത് ദിലു കണ്ടോ ഗൈസ്, ഓള് കൊണ്ടുപോകും. ഇത്രയും നല്ല കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് ഓക്ക് ഓണല്ല ആലോചിച്ച് നോക്കി നിങ്ങള്. എത്രയൊക്കെ ഓള് പറഞ്ഞത് നമ്മളോട്, ഓക്ക് കോസ്റ്റ്യൂം ഇല്ലാന്ന്. അപ്പൂസ ഉണ്ടോ ഗൈസ്, വയ്യ പനിയാണല്ലോ ഓള്. അതൊന്നും അല്ലോട്ടോ ഗൈസ്, ഞാന് ഓള അവിടുന്ന് കൊടുന്ന് വീട്ടിൽ നിന്ന്. അതാണ് ഓളെ മെയിൻ പ്രശ്നം. ഓള് വരുന്നില്ല പറഞ്ഞ്, ഓക്ക് അവിടെ നിന്നാ മതി. അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ സെറ്റില്ല ഇടാന്, ഫാനില്ല, ബനിയനില്ല, കുപ്പായല്ല, ഇത് ഒന്നേലും പോവാറിന്. ഞാൻ അങ്ങനെ കൊടുന്നാണ് ഗൈസ്. ഒന്ന് വൈകുന്നേരം കൊണ്ടാക്കണം. എന്താ എനിക്ക് പറയല്ലേ? എവിടെ BMW അലക്കാണ്. BMW സ്വിഫ്റ്റ് ആണ് പോയത്, അതിന് ബാക്കില് ജീപ്പ്, അതിന് മുമ്പിലോ റെഡ് സ്വിഫ്റ്റ്. സിൻഷാനോട് വണ്ടിനെ പറ്റിയോള് ഞാൻ ഗ്ലാസ്സിലൊക്കെ. ഏത്? അത് വോൾസ് വാഗൻ, അത് ചോപ്പ് വോൾസ് വാഗനോ അത്. ഏതാ ചിഹ്നം? W അല്ലേ? VW അല്ലാണ്ട് അതിനാണ് ഓള് BMW വന്നത്. വോൾസ് വാഗനാണ് BMW വന്നത്. ആണ്. എന്താ ചിഹ്നം കഴിഞ്ഞ മരിച്ച BMW ചിഹ്നം എന്താ? അത് അറിഞ്ഞിട്ട് നോക്കിക്കാര്. ഏത് BMW ചിഹ്നമൊന്നുമല്ല, അത് വോൾസ് വാഗൻ. BMW ചിഹ്നം എന്താ? BMW എഴുതിയേക്കും, മനസ്സിലായി? വെള്ളിയും ബ്ലൂവും റൗണ്ട്, ഒരു സൈഡ് ബ്ലൂവും ഒരു സൈഡ് വൈറ്റ്. അതല്ല ഇപ്പൊ പോയത്, വോൾസ് വാഗൻ റെഡാ പോയത്. വോൾസ് വാഗനാണ് പോയത്. എന്ത് പാട്ട് കാര്യല്ല, വണ്ടി സമ്മതിച്ചല്ല, ഞാൻ ന്യായീകരിക്കല്ല. ഓള് ഇങ്ങനെ കാട്ടിയതാണ്. അപ്പൊ തന്നെ ഉറപ്പാണ് വോൾസ് വാഗൻ. ഞാൻ ബാക്കിൽ കാണും ചെയ്യും, വേണേ നമുക്ക് വീഡിയോയിലും കാണും ചെയ്യാം. വീഡിയോയില് കാണാലോ ഗൈസ്. അവിടെ എത്തിയിട്ട് ഈ വീഡിയോ നോക്കിയിട്ട് നമ്മളിതിന്റെ മറുപടി പറയുന്നത്. നമ്മളെന്താ പറയാ, കൊറേ വ്ളോഗർക്ക് എന്നൊക്കെ പ്ലാനിങ് ആണ്. ഇതിന്റെ ഒരു കല്യാണത്തിന് ഞങ്ങൾ പോയി ഗൈസ്. എന്താ വെച്ചാല് എനിക്കൊരു ഇത് കിട്ടണില്ല. എന്താ വെച്ചാൽ ഒരുമാതിരി പ്രശ്നങ്ങളൊന്നും സംസാരിക്കാൻ തോന്നുന്നില്ല. ഇപ്പൊ ഏകദേശം കുറച്ചൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. അതാണ് നമ്മൾ വ്ളോഗില് ഇനി മുതൽ വരാൻ ചാൻസ് ഉണ്ട്. ഇതിലും ഇല്ലാത്തോണ്ടും പിന്നെ വേറെ കുറെ പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഗൈസ്. ഒരുപാട് പേരെ അറിഞ്ഞിട്ടുണ്ടാവും, ചിലർക്ക് അറിയുണ്ടാവില്ല. ഏതായാലും ഇൻഷാ അല്ലാഹ് ഒക്കെ റെഡി ആയി വരുന്നുണ്ട്. മെന്റലി കുറെ പ്രശ്നങ്ങളുണ്ട്. മെന്റലി മെന്റലിയാണ് പ്രശ്നം. ഒക്കെ റെഡിയാവും കേട്ടിട്ട് പഠിച്ചോണ്ടല്ലോ. എൻ്റെ ഇടയിൽ കൂടെ ഗായ്സ് ദിലുവിൻ്റെ ഫോണ് നാശമായി. ടോക്കി 60 Pro നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് ഗായ്സ്. പുതിയ ഫോണ് 1986
കിട്ടിയെന്നാണ് എന്ന് എന്നാണ് 1986. അപ്പൊ 1947 എന്നാ അത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. അങ്ങനെ പിന്നെ നമ്മള് എന്താ പറയാ അവിടെ ഒരു ഗിവ് അവേ വരുന്നുണ്ട് ഗൈസ്. നമ്മള് മറന്നത് നമ്മള് ഗിവ് അവേ കൊടുക്കുന്നുണ്ട്. എന്താ സാധനം എന്നുള്ളത് ലക്ഷങ്ങൾ വില വരുന്ന സാധനമാണ്. നമ്മൾ വില വരുന്ന സാധനമാണ് നമ്മൾ ഗിവ് അവേ കൊടുക്കാൻ കരുതുന്നത്. വെറുതെ പറയാം, എന്തെല്ലാം കൊടുക്കാലോ. എന്താ കൊടുക്കണതിലോ ഗൈസ് ഗിവ് അവേ 1999 മോഡല് സിൻചാർജ്. അപ്പൊ നമ്മളെ മഞ്ചേരി എത്തിയിട്ട് കാണാം ഗൈസ്. ഭയങ്കര ഇപ്പൊ നല്ല ചൂടട്ടോ. ക്ഷീണം മാത്രല്ല തലവേദന ഫുള്ള്. കൊറോണ ഗൈസ്. ഇപ്പൊ മഞ്ഞപ്പിത്തും മറ്റേ നിപ്പൊക്കെ കളിച്ചിട്ടുണ്ടോ? എനക്കുണ്ടോ നിപ്പ? ക്ഷീണം ഉണ്ടെങ്കിൽ എന്തായാലും നിപ്പല്ല അതിലും. എനിക്ക് പഞ്ച് മണ്ണ, എനിക്ക് ജലദോഷം വന്നാൽ തന്നെ എനിക്ക് നീച്ച് നിൽക്കാൻ കഴിയൂല. കാരണം ഈ ഭക്ഷണം കഴിക്കണില്ല. എന്താ പറയാ, ഈ ആകെ പോയി. ഇനി പപ്സിന്റെ വീട്ടിൽ പോണം. അതേപോലെ നമുക്ക് കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലം ഇവിടെ അല്ലേ? ഓക്കെ, നമുക്ക് സെറ്റാക്കാം. കാരണം ഞാനും ദിലുവിന്റെ ഫോട്ടോ ഒന്നും ഇല്ല കേട്ടോ ഗൈസ്. അപ്പൊ അതൊക്കെ എടുക്കണം എന്നുള്ള പ്ലാനിങ്ങിലാണ്. ഇതാണ് BMW കാട്ടി കൊടുത്ത. ഇതാണ് BMW. ഇത് നേരത്തെ കണ്ട BMW അല്ലല്ലോ. അപ്പൊ സമ്മതിച്ചില്ലേ? അതാ പറഞ്ഞത്. ഞാൻ സമ്മതിപ്പിച്ചല്ല, ഞാൻ കണ്ടത് വോൾസ് വാഗനാണ്. ഞാൻ കണ്ടത് റെഡ് കളറ്. ഇതാണ് BMW ആ സാധനമല്ല അങ്ങനത്തെ വണ്ടി. അപ്പൊ തർക്കിച്ചാൻ പോവാക്കി. ഗായ്സ് ഞങ്ങൾക്ക് BMW കിട്ടുന്നുണ്ടല്ലേ ഇതിലോ. ഞങ്ങള് അടുത്ത ഗിവേയില് മിക്കവാറും ഞമ്മക്ക് കയറാം കൺവേർട്ട് ചെയ്ത BMW. ഞാൻ സ്വപ്നം കാണുന്നുണ്ട് ഗായ്സ്. എല്ലാരും കൂടി കൊടുക്കണല്ലേ? ആരൊക്കെയാണ് ഇതിൽ ഗിവേയില്? ഇവിടെ എത്തിയപ്പോ എത്തിയിട്ട് 1 മണിക്കൂർ ആകാനായി. അത് വേറെ. പുഷിനെ ശരിക്കും കണ്ടോളി കേട്ടോ. അതവിടെ കഴിക്കച്ച വരാം. ഇതാക്കണ പൂക്കളൊക്കെ ഇതാണ് പപ്സ്. എന്റെ ഡ്രസ്സ് കാണിച്ചു കൊടുത്ത അങ്ങോട്ടൊന്ന്. ചെരുപ്പ് കാണിച്ചു ഇല്ലല്ല, പുതിയ ചെരുപ്പാണ് ബംഗാളി. വീഡിയോ എടുക്കട്ടെ, വീഡിയോ. പായസം എടുത്തില്ല, അത് സാരല്ല, നമുക്ക് ലാസ്റ്റ് എടുക്കാം. എന്നെ ഭക്ഷണ ടൈമായി. ആദ്യം തിരി വയ്ക്കും, പിന്നെ കഴിഞ്ഞിട്ട് ഞാൻ വയ്ക്കും. അങ്ങനെ ഒന്നല്ല, ഒപ്പം കഴിക്കും. ഓളിഞ്ചലിന്ന് കഴിക്കും. അവിയല്, ഇതെന്താ പേര്? അത് എല്ലാ ഐറ്റംസ് ഉണ്ട്. എന്നാ പറഞ്ഞ അവിയല് മാത്രം പറഞ്ഞു. പിന്നെ അത് ഇത് എല്ലാ ഐറ്റംസും ഉണ്ട്. അപ്പൂന് ഇതേ പറ്റുള്ളൂ. അപ്പൂരില്ല. എന്താ അപ്പൂ എന്തോ വായി കിട്ടുന്നല്ലോ. ഞാൻ പറഞ്ഞില്ല, നൃത്തം കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലാക്കി. അപ്പൂസിന്റെ സദ്യകളുണ്ട്. അപ്പൂസിന് ഒറ്റക്കോ വലിയ കുട്ടിയേക്കണപ്പോ പട്ടുപാവാട ചോറ് നിന്ന്
എന്താ അപ്പൂസേ മമ്മും തിന്നേ അപ്പു അങ്ങനെ പൂക്കാട്ടോണ്ടൊക്കെയാണ്. അപ്പു അവിടെയോ നോക്കട്ടെ എന്നോട് അപ്പൊ എന്തോ കാട്ടുന്നത് പപ്പട്ടര തലേക്ക് കൊണ്ടാ അവിടെ പപ്പന്റെ പെപ്പടെ ശരിപ്പിട്ട് കൊടുക്കാന്. ഫോട്ടോഷൂട്ടിന് വന്നാണ്. ഇതൊക്കെ തന്നെയാണ് ഫുള്ള് കോമഡി ആയി. എന്ത് ഏത് പാടവിടെ ഇതോ? ഓ ചേട്ടാ ഇത് പാടല്ലല്ലോ, ഇത് അപ്പൊ ഗൈസ് അപ്പൊ ഞങ്ങൾ ഇനി പോവാണ്. ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് ഫുള്ള് സെറ്റായി. ഇനി നേരെ വണ്ടി കയറിക്കോളി, നമ്മൾ വേറെ വിടാം. ഭയങ്കര ചൂടാണ്. ഓള് കൂടുന്ന പാടത്തിന്റെ ചേലാണ് ഇത് മിച്ചഭൂമിയല്ലേ? മിച്ചഭൂമിയാണ് കണ്ടോ. ഒരു തേങ്ങയും കൂടി ഇതിൽ കുഴിച്ചിട്ടിട്ടില്ല. അപ്പൊ തന്നെ ഉറപ്പാണിത് നല്ല നിറാച്ചാണുള്ളത് സ്വർണ്ണത്തെ. ഇനി ഏതായാലും പോയോട്ടെ. ഓണം ഏതായാലും ഉസാറായില്ലേ? കുറി ഓണം ഉസാറായില്ലേ? വയനാട് കൊണ്ടുപോയി. അപ്പൊ പായസം കുടിച്ച അപ്പൊ പായസം കുടിച്ചോ? ഏതേ കാട്ടില് എങ്ങനെ പായസം കുടിക്ക? അങ്ങനെ ചിന്തതേ ഇനി പപ്പാക്ക് പായസം അങ്ങനെ ഗായ്സ് ഓണപരിപാടിയൊക്കെ കഴിഞ്ഞ് അപ്പൂസ് ബാക്ക് ഇരുന്ന് ഇജ്ജ് പോയതാണ്. അത് പറ്റൂല, ഞാനറിയില്ല ഇജ്ജെന്നെ ഒറ്റക്ക് പോയതാണ്. ഓൾ ഗായ്സ് ഇതിൽ ഒറ്റക്ക് അങ്ങോട്ട് പുറത്തേക്ക് പോയി കഴിഞ്ഞ് പോക്ക് ഇങ്ങോട്ട് വരണം. കണ്ടു ഒറ്റക്ക് ഇരിക്കണ അവിടെ ഇതിൽ വരുന്നുണ്ട്. അപ്പൊ നമ്മളെ ഓണപരിപാടി അങ്ങനെ കഴിഞ്ഞ് ഗായ്സ് ഇനി കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ പർച്ചേസിന് പോവാണ്. അപ്പോൾ ഇതിൽ രണ്ടാഴ്ചത്തോളം ഓളോളം വീട്ടിൽ പോയിരുന്നു. അപ്പോൾ സാധനം കുറച്ച് വാങ്ങാണ്ട് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവാണ് അല്ലേ. ഓളൊറ്റക്ക് പോയി. അപ്പൊ ബാക്കിലിരിക്ക ഓള് ഇതിൽ ഇറങ്ങി പോയേക്ക. മനസ്സിലായി നിന്നിട്ട് കാര്യമില്ല. ഇങ്ങോട്ട് വരണോ? ഗ്ലാസ് ഒക്കെ ഉണ്ടോ? ഇതൊക്കെ ഇട്ടുകൊണ്ട് വീഡിയോ എടുക്കണം. ഞാൻ ഇതിന്റെ സ്ലോമോ എടുക്കണം. അതുകൊണ്ടിട്ട് പാത്തിച്ചാണല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്, കുറച്ച് പർച്ചേസിംഗ് ഉണ്ട് ഗൈസ്. അപ്പൊ ഞാൻ അങ്ങോട്ട് പോവാണ്. മാമന്റെ പൊന്നെ ഒറ്റക്ക് ഇരിക്കോ? പപ്പാന്റെ അടുത്തേക്ക് പോരുന്നില്ലേ? ഒറ്റക്ക് ഇരിക്കോ? ഒറ്റക്ക് ഇരിക്കും. മുമ്പ് വരുന്നുണ്ടോ? നമ്മൾ മഞ്ചേരി ബഡ്ജറ്റിലാണ് ഗൈസ് ഉള്ളത്. കണ്ടോ ബഡ്ജറ്റ്. ഫ്രീ പായസൊക്കെ ഉണ്ട്. ബഡ്ജറ്റിൽ നമ്മൾ പോയിട്ട് എന്ത് വാങ്ങിക്കും? ഫിഷ് വാങ്ങിക്കും. ഫിഷ് വേണ്ട. അപ്പൂസിന്റെ പാവാടയൊക്കെ തിരിഞ്ഞിക്കണ് ഗൈസ്. അത് റെഡിയാക്കാണ് വരാം.
അടുക്ക് ഒരു കൊമ്പുണ്ട് ഒരു കൊമ്പില്ല. നമ്മള് പർച്ചേസ് തുടങ്ങിയിട്ടുണ്ട് കണ്ടോ. ഇങ്ങനെ ഓഫറും കാര്യങ്ങളും എത്തിക്കണം. 31-ാം തീയതി വരെ ബഡ്ജറ്റിൽ മഞ്ചേരി ഓഫർ ഉണ്ട് കണ്ടോ. 1-ാം തീയതി മുതൽ 21-ാം തീയതി വരെ കേട്ടോ. സോറി ഗൈസ്, 21-ാം തീയതി വരെ ഓഫറും കാര്യങ്ങളും നമ്മളെ ഇതെടുക്കുമ്പോൾ ഇതിൽ തന്നെ ഉണ്ടാവും സാധനങ്ങൾ ഗൈസ്. ഇതൊന്നും ഓഫറില്ല, അതൊക്കെ എടുക്കുന്നുണ്ട്. ഓഫറില്ലാത്ത സാധനം മാത്രമേ നോക്കി എടുക്കുന്നുള്ളൂ, ബാക്കിയൊന്നും എടുക്കണില്ല. അച്ചാറ് അമ്മാറാണ് കുത്തിരിക്കുന്നുണ്ട് ഗൈസ്. ഇനിയെന്താ നോക്ക്, എനിക്കറിയില്ല, എന്നല്ലേ ഏൽപ്പിച്ചത് സാധനത്തിന്. അച്ചാറൊന്നും ഓഫറില്ലേ? ഒരാളോട് ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പൂസ്. ഇത് എന്താ നോക്കണ്? അപ്പൂസ് എന്താ നോക്കണ്? ചെറുത് നോക്കികളോ. ഇതാണ് മാങ്ങ അച്ചാറ്. മാങ്ങയുണ്ട്, നാരങ്ങ പുളിയല്ലേ. ചെമ്മീനോ? ചെമ്മീൻ എത്ര പേരാ? 112 റുപ്യ കൊണ്ടുപോകും. അച്ചാർ അവിടെ ഇല്ല, മതി, ഇത് മതി. പിന്നെ അച്ചാർ കേട്ടോ. അവൾക്ക് വാങ്ങിക്കും കേട്ടോ. നമ്മള് എന്ത് സാധനം ഇതാണ് അവളെ കൈ കൊടുത്തു കഴിഞ്ഞാൽ അവള് ബാക്ക് കൊടുക്കും. നോക്കിയിട്ട് നല്ല നോക്കും, നേരെ ബാക്ക് കൊടുക്കും കേട്ടോ. ഇതാണ് അവളെ അവസ്ഥ. അപ്പൊ കാശ് നമ്മള് പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് ഒരാൾ ഫുള്ള് കച്ചറ കഴിഞ്ഞു. അത് കിട്ടിയപ്പോൾ കച്ചറ നിന്ന് പൊട്ടിച്ചായിട്ടുണ്ടല്ലോ. ബില്ലടിച്ചാൽ പൊട്ടിച്ചാൻ പറ്റില്ല. ഉറങ്ങാ ഇങ്ങോട്ടാണ് നോക്കണേ. ആരാ പപ്പാവിടെ ചെട്ടിട്ട്? അപ്പൊ പപ്പാക്കുണ്ടോ? അപ്പൊ കാശ് ഞങ്ങളെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് കാശ്. പറ്റ ക്ഷീണിച്ചു. പായസം കിട്ടിയിട്ട് ഇനി മധുരം തന്നെ പായസം തന്നു, മറ്റേ സാമ്പാർ അതൊക്കെ തരാ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട, പായസം എടുത്ത് പോന്നിക്കണ്. നല്ല ടേസ്റ്റ് ഉള്ള പായസം, നല്ല സൂപ്പർ 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 സദ്യ. ഞാൻ ഫുള്ള് കഴിച്ചു ഗൈസ്. നല്ല ടേസ്റ്റ് ഉള്ള സദ്യയായിരുന്നു. രണ്ടെണ്ണം കഴിച്ചോണ്ട് ഇക്കാക്ക് മറ്റേത് അല്ലാതെ അങ്ങോട്ട് പോയിട്ടില്ല. പക്ഷെ നല്ല ടേസ്റ്റ്, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ്. പോവാണ്. അപ്പൊ എന്താ കൂടെ പോവാത്ത? ഞാൻ വിചാരിച്ചു എനിക്ക് ഐസ്ക്രീം വാങ്ങി തരാൻ വേണ്ടി കണ്ടില്ല പോകാന്. മോളത്തെ ഐസ്ക്രീം ഉള്ള എനിക്ക് പറ്റിയ ഞങ്ങൾക്ക് അറിയാം. ഇതാച്ചില്ല ചോദ്യം. അവിടുത്തെ നല്ല ടേസ്റ്റാണ്. നമുക്ക് ഇവിടുത്തെ കടയിൽ നിന്ന് അങ്ങനത്തെ പോലത്തെ ഐസ്ക്രീം അല്ല. പക്ഷെ എനിക്ക് ഒക്കെ വാങ്ങി തരൂല, മുഖത്തൊക്കെയാണ്ട് വാങ്ങി തരില്ല എന്നോട്. പിന്നെ ഞങ്ങളെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ് ഗൈസ്. ഞങ്ങൾ ഫോട്ടോഷൂട്ടിനൊക്കെ പോയിട്ടുണ്ട്. ഇനി ദിലുവിന് ഇവിടുന്ന് സർപ്രൈസ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യും, ഫോണ് വാങ്ങിക്കൊടുക്കാം ദിലുവിന്. എന്തുണ്ടെങ്കിലും അപ്പൂസിനുള്ള അമ്മക്കില്ല ഗൈസ്. സർപ്രൈസ് മൊത്തം അപ്പൂസിന്, ഗിഫ്റ്റ് മൊത്തം അപ്പൂസിന്, എല്ലാ അപ്പൂസിന്. നമ്മള് പോയി സീസൺ കഴിഞ്ഞു, നമ്മള് പുറമ്പോക്കും ദിലുവിന് ഗൈസ് ഗിഫ്റ്റ് കൊടുക്കണമെന്നുണ്ട്. പക്ഷെ എന്നെ കൊണ്ട് എന്നിട്ട് പിന്നെ അപ്പൂസിന് നിങ്ങൾ എന്താ കൊടുക്കണേ? അപ്പൂസിന് എന്താ? അപ്പൂസിന് അപ്പോ മുണ്ടാന്നാണ് ഞാൻ അങ്ങോട്ട് നോക്കിക്കല്ലേ. ഇന്റെ കൂട്ടിയെടുത്ത് ഞാൻ 100 വട്ടം പറഞ്ഞിക്കണേ. ഞാൻ വൈദ്യായിക്ക് അങ്ങോട്ട് നോക്കി നിൽക്കണേ. അപ്പു വിളിച്ച പകടോ ചൂണ്ടിക്കാട്ടി. ഇതാ ഉറങ്ങുക, ഇന്നെ വിളിച്ചണ്ടെന്ന് ഞാൻ പറഞ്ഞിക്കണേ. ക്രെറ്റ വാങ്ങണം, BMW വാങ്ങണം. എനിക്ക് പിന്നെ അതിമോഹം പിടിച്ചില്ല, കളിയൊന്നുമില്ല എനിക്ക്. അങ്ങനത്തെ ആഗ്രഹങ്ങളൊന്നുമില്ല എനിക്ക്. ഞാൻ പൈസ ആവുമ്പോ ലോകത്തിലെ ഏറ്റവും വലിയ നട്ടല്ലേ നട്ടല്ലോ. എനിക്ക് അത്യാവശ്യത്തിന് നട്ടല്ലുണ്ടാവും. മതി. അങ്ങനെയല്ല, സർപ്രൈസും ചെറിയും കളിയും എന്താ പറയാ. അതേപോലെ തന്നെ ഇപ്പൊ എന്താ സർപ്രൈസും ചെറിയും കളിയും, അതേപോലെ തന്നെ എന്താ മറ്റേതും എന്താണ് എന്തും എനിക്ക് വേണ്ട. കാരണം എന്താണ് നടക്കാത്ത സ്വപ്നങ്ങൾ കാണേണ്ട അവസ്ഥ. ഇന്ത്യത്തെ കോടിക്കണക്കിന് മുതലുണ്ടെങ്കിൽ ഉണ്ടാവും. അന്ന് എനിക്ക് ഞാൻ പറഞ്ഞോ, എന്റെ ബർത്ത്ഡേ, നമ്മളെ ആനിവേഴ്സറി, പിന്നെ
പിന്നെന്താ നിങ്ങളിപ്പോ ഇല്ല പോലെ അതല്ല അന്ന് അതിനനുസരിച്ച് കയറാം സർപ്രൈസ് ആവും ശരി. അപ്പൊ നിങ്ങൾ കോടീശ്വരനല്ലേ, പിന്നെ ഉറപ്പായിട്ട് നിങ്ങള് സർപ്രൈസ് ആവുമല്ലേ? അല്ലേ ഞാൻ സർപ്രൈസ് ആയില്ല. എന്റെ കുട്ടി ഉറങ്ങി വന്നിട്ടില്ലേ? ഉറങ്ങിട്ടൊന്നുമില്ല, ഇതൊക്കെ ഇവര് പറയുന്നത്. മറ്റേ വണ്ടി 21 വണ്ടി എനിക്ക് അതാണ് ആ വണ്ടി. ആ മുമ്പ് പോണ വണ്ടി ഏതാ പറഞ്ഞാല്. എന്നാലും നിങ്ങൾ എന്നോട് ഐസ്ക്രീം വാങ്ങിത്തരോ ചോദിച്ചപ്പോ ഇല്ല അറിഞ്ഞു. പിന്നെ മുഖത്തൊക്കെയുണ്ട് പിന്നെ വാങ്ങിത്തരാന്നല്ലേ പറഞ്ഞത്. നേരല്ലേ സമയം 5 മണി അതുമല്ലേ നിങ്ങൾ പറഞ്ഞത്. നിങ്ങൾ എന്നോട് ഇല്ലാന്ന് പറഞ്ഞ ആദ്യമായിട്ട് നിങ്ങൾ എന്നോട് സാധനം ഞാൻ ചോദിച്ചിട്ട് വാങ്ങി തരൂലെന്ന് പറയുന്നത്. എനിക്ക് ബുദ്ധി ഉണ്ടോ നോക്കട്ടെ. ഞാൻ മുമ്പ് പോണ വണ്ടി ഏതാണ്? എനിക്ക് ബുദ്ധി കിട്ടിയേ, ഞാൻ നോക്കൂല. എനിക്ക് ആ വണ്ടിന്റെ പേര് പറഞ്ഞാല് വിഷയം മാറ്റണ്ട നിങ്ങള്. അതൊന്നല്ല വിഷയം. ആ വണ്ടിന്റെ അപ്പൊ ഈ ലോകത്തിൽ എനിക്ക് ലോക വിവരം ഉണ്ട് അപ്പൊ മനസ്സിലാവും ഈ വണ്ടി ഏതാ. എനിക്കറിയില്ല. പിന്നെ ഗായ്സ് നമ്മളെ പരിപാടി കഴിഞ്ഞ് നമ്മളെ വീട്ടിലേക്ക് സാധനങ്ങളൊക്കെ ഉള്ളിൽ കയറ്റിക്കൊണ്ടിരിക്കണം. അപ്പൂസ് നല്ല ഉറക്കിയാണ്. ഇതിലോ അപ്പൂച്ച് ജീരകുട്ടായി കജില് ജീരകുട്ടായി സ്വപ്നം കണ്ടുകിടുള്ളൂ. ആരോ കൊണ്ടുപോയ മാതിരി ഉറക്കത്തിൽ നീച്ച് തൊലിച്ചിട്ട്. ഹാപ്പി ഓണം പറഞ്ഞ. അപ്പൊ ഗായ്സ് നമ്മള് വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ അപ്പൂസിന് എന്താ പറയാണ്ടോ? ലാസ്റ്റ് എന്തിനും പറയാണ്ടോ? പൈസ ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അല്ലേ? ഹാപ്പി ഓണം പറഞ്ഞ. അപ്പൊ ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാ. സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞ. അപ്പൂച്ചേ ഇങ്ങോട്ടോക്ക്. ഓളെ അങ്ങനെ തിരക്കിലാണ്. അപ്പോൾ ഗായ്സ് അപ്പോൾ അങ്ങനെ ഓണപ്പരിപാടിയൊക്കെ കഴിഞ്ഞ് സെറ്റായി. അപ്പോൾ നമ്മൾ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇൻഷാല്ലാ അടുത്ത വീഡിയോയിട്ട് വീണ്ടും കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇഷ്ടപ്പെട്ടാൽ ഇല്ലെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ഗായ്സ് എൻ്റെ പൈസ ഒക്കെ ആകെ കുത്തി പൊളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ.